അതിനേക്കാൾ സന്തോഷം നൽകുന്നത് 8 വയസ്സുള്ള ഒരു കുട്ടി എഴുതിയ മനോഹരമായ ഒരു പുസ്തകം. ആ കുഞ്ഞ് ലോക പ്രശസ്തനാവും, ദൈവത്തിൻ്റെ അവതാരമാണെന്ന് എന്ന് പറഞ്ഞതുപോലെ പ്രത്യേകിച്ചും ചെറിയ കുട്ടികൾക്ക് അത് വളരെ നന്നായിട്ട് അവരുടെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ അത് കൊടുത്ത് നല്ല നിലയിൽ ഒരു ജനറേഷനും ഒരു കൾച്ചറും ഒരു ഇന്ത്യയും ഉണ്ടാവണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ബാലപാഠങ്ങൾ പഠിച്ചു വരുന്ന കാലഘട്ടമാണ്. SMS മെഡിറ്റേഷനെയും തസ്മൈ ഗുരുജിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ എഴുതിയ ഒരു പുസ്തകമാണ്. ഒരുപാട് അവധൂതന്മാരുണ്ട്. അതിലൊരു അവധൂതനായിട്ടാണ് ഞാൻ അദ്ദേഹത്തിനെ കാണുന്നത്. സ്ത്രീകളെ പൂജിക്കപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഭാരതത്തിനൊരു ഉയർച്ചയുണ്ടാവാൻ പോണില്ല. ഇതൊരു വൗ ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഒരു യൂണിവേഴ്സൽ ബ്ലെസ്സിങ് ആണ്. നമ്മൾ ഓരോ വഴിയിലും യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ടിൽ ഒരു പ്രേരിത ഗുരു വരും. സ്പിരിച്വൽ കോൺക്ലേവിൻ്റെ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഗുരുക്കന്മാർ, അബാക് മീഡിയയുടെ പ്രേക്ഷകർ, എൻ്റെ സഹോദരങ്ങൾ, അബാക് മീഡിയയുടെ ഹോൾ ടീം, എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ 8 മണിക്ക് ആരംഭിക്കുമെന്ന് പറഞ്ഞെങ്കിലും അത് നമ്മൾ ആഹാരം കൊടുക്കുന്നതാണ് 8 മണിക്ക് ആരംഭിക്കുമെന്ന് ഉദ്ദേശിച്ചത്. എങ്കിലും 8:30 തുടങ്ങണമെന്ന് വിചാരിച്ചു. പല ആളുകളും പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ചേരാനുണ്ടായ കാലതാമസമാണ് ഒരു കുറച്ച് സമയം വൈകുന്നത്. ആദ്യമേ തന്നെ ക്ഷമ ചോദിക്കുന്നു. നമുക്ക് ആദ്യമേ തന്നെ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കാം. വേദിയിലേക്ക് എത്രയും ബഹുമാനത്തോടെ തസ്മൈ ഗുരുജിയെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഡോക്ടർ ജയപ്രകാശ് സാർ, അതുപോലെ തന്നെ പ്രിയങ്കരിയായ ദർശന, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ജില്ലാ ജഡ്ജി സുനിത മാഡം, എല്ലാവരെയും വേദിയിലേക്ക് ക്ഷണിക്കണം. ഒപ്പം നമ്മുടെ പ്രിയങ്കരനായ ജ്യേഷ്ഠ സഹോദരൻ പ്രദീപ് ശിവോഹം ചേട്ടാ, അബാക് മീഡിയയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന രാഹുൽ രവീന്ദ്രൻ, എൻ്റെ ഭാര്യ അഞ്ജലി, നമ്മൾ ഈ ഭദ്രദീപ പ്രകാശനം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തതായി 2 പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മത്തിലേക്ക് കടക്കും. അതിനുശേഷമാണ് സ്പിരിച്വൽ കോൺക്ലേവിലേക്ക് കടക്കുക. വൈകുന്നേരം 6 മണി വരെയുള്ള പരിപാടികളാണ്. എല്ലാവരും 6 മണി വരെ ഇവിടെ ഉണ്ടാകണം എന്നുള്ളതാണ്. 1-2 പേര് വന്ന് ആദ്യമേ പറഞ്ഞു ഞങ്ങൾ ഈ പരിപാടി 4 മണി കഴിയുമ്പോൾ അങ്ങ് പോകും എന്നുള്ളത്. അതുണ്ടാവരുത്, എല്ലാവരും 6 മണി വരെ ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. എത്രയും ബഹുമാനപ്പെട്ട പ്രിയങ്കരനായ നിശാന്ത് തോപ്പിൽ സാർ എത്തിയിട്ടുണ്ട്. അദ്ദേഹം കൂടി വേദിയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉദ്ഘാടന പരിപാടികളിലേക്ക് കടക്കാം. എല്ലാവരും ചേർന്ന് ദീപപ്രതിഷ്ഠ നടത്തുകയാണ്. അപ്പോൾ ഇരിക്കാം, എല്ലാവർക്കും ഇരിക്കാം. അല്ല നമ്മളിരിക്കുന്നില്ലല്ലോ. അടുത്തതൊരു പുസ്തക പ്രകാശന കർമ്മമാണ്. നമ്മുടെ ഒരു സ്പിരിച്വൽ അവേഴ്സിൻ്റെ വേദിയിൽ നമ്മൾ അനൗൺസ് ചെയ്ത അബാക് പബ്ലിക്കേഷൻസ് അനൗൺസ് ചെയ്തപ്പോൾ ആദ്യ 2 പുസ്തകങ്ങൾ നമുക്ക് വേണ്ടി എഴുതി തന്നത് തസ്മൈ ഗുരുജിക്ക് വേണ്ടി തന്നെയായിരുന്നു. തസ്മൈ ഗുരുജി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങൾ എഴുതിയ പുസ്തകങ്ങൾ രോഹിത്
രോഹിതിൻ്റെ കമ്പനി വഴി പബ്ലിഷ് ചെയ്യൂ എന്ന് പറഞ്ഞ് നമ്മളെ ഏൽപ്പിച്ചത്. അങ്ങനെ ഒരു മൂന്നാമതൊരു പുസ്തകം കൂടി ആ കുടുംബത്തിൽ നിന്ന് തന്നെ, തസ്മൈ കുടുംബത്തിൽ നിന്ന് തന്നെ പുറത്തിറങ്ങുകയാണ്. ഏറ്റവും സന്തോഷകരമായ കാര്യം ഈ പുസ്തകം ഇംഗ്ലീഷിലാണ് എന്നുള്ളതാണ്. മൂന്നാമത്തെ പുസ്തകം തന്നെ ഇംഗ്ലീഷിൽ പബ്ലിഷ് ചെയ്യാൻ പറ്റുന്നത് മറ്റൊരു സന്തോഷം. അതിനേക്കാൾ സന്തോഷം നൽകുന്നത് 8 വയസ്സുള്ള ഒരു കുട്ടി എഴുതിയ മനോഹരമായ ഒരു പുസ്തകം. ഇഷ കോളിയാട്, അവർ ഇന്ത്യയിലില്ല, പുറത്താണ്. അതുകൊണ്ടാണ് ഈ ചടങ്ങിലേക്ക് എത്താൻ സാധിച്ചത്. ഈ പുസ്തകം നിങ്ങൾക്ക് മുന്നിലേക്ക് സമർപ്പിക്കുകയാണ്. തസ്മൈ ഗുരുജി ക്ഷണിക്കുന്നു. എല്ലാ അതിഥികളെയും മുന്നിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രശാന്തേ, ഇഷയുടെ ബന്ധുക്കൾ ആരെങ്കിലും ഇവിടെയുണ്ടോ? വേദിയിൽ വന്നിട്ടില്ല. ഇതിൻ്റെയും അബാക് മീഡിയയുടെ അബാക് പബ്ലിക്കേഷൻസിന് നേതൃത്വം കൊടുക്കുന്നത് പ്രശാന്താണ്. പ്രശാന്ത് തന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ മൊത്ത കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്തത്. തസ്മൈ ഗുരുജി ഇത് ഏറ്റവും ബഹുമാനപ്പെട്ട സുനിത മേഡത്തിന് നൽകിക്കൊണ്ട് ഈ പുസ്തകം നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ഇതാണ് മനോഹരമായ പുസ്തകം. ബാക്കിൽ LED വാളിൽ നമ്മുടെ ഇഷക്കുട്ടിയുടെ ഫോട്ടോയുണ്ട്. ജയപ്രകാശ് സാർ, ഒരു ഫോട്ടോയ്ക്ക് നിൽക്കാം. ഒരു 8 വയസ്സുകാരി എഴുതിയ പുസ്തകം എന്ന നിലയിലാണ് ഇത് ശ്രദ്ധ നേടാൻ പോകുന്നത്. ഇത് ലോകത്തെ എല്ലാ ആളുകളിലേക്കും ഈ പുസ്തകം എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇതാണ് ഇഷ കോളിയാട്. നിങ്ങൾക്ക് LED വാളിൽ കാണാം. ഈ പുസ്തകത്തെക്കുറിച്ച് 2 വാക്ക് തസ്മൈ ഗുരുജി തന്നെ പറയും. ഞാൻ ഈ ബുക്കിനെ പറ്റി പറഞ്ഞ് അതിൻ്റെ മനോഹാരിത നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ആത്മീയതയുടെ ഒരു പുതിയ വെളിച്ചമായിരിക്കും ഈ പുസ്തകം എന്നുള്ളതിനൊരു സംശയമില്ല. ഇതിനു മുൻപ് എഴുതിയിട്ടുള്ള ബുക്കുകളെല്ലാം ആത്മീയ ദർശനം കിട്ടിയ വലിയ വലിയ ഗുരുക്കന്മാരായിരുന്നു. പക്ഷേ ഇതൊരു കുഞ്ഞു കുട്ടിയുടെ ആത്മീയ ദർശനമാണ്. അതിന് ലൈഫിലുണ്ടായ ട്രാൻസ്ഫോർമേഷനും എന്താണ് ആ കുട്ടി അതിലൂടെ അനുഭവിച്ചതെന്നും ഈ ലോകത്തെ എങ്ങനെയാണ് വീക്ഷിക്കുന്നതെന്നുമാണ് ആ ബുക്കിനകത്ത് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഭാഷ അറിഞ്ഞാലും ഇല്ലെങ്കിലും എല്ലാവരും ഓരോന്ന് വാങ്ങിച്ചുകൊണ്ട് പോവുക. നിങ്ങൾക്ക് പറ്റുന്ന അടുത്തുള്ള ആളുകൾക്ക്, കൊച്ചു കുട്ടികൾക്ക് തന്നെ ഇത് വായിക്കാൻ കൊടുക്കുക. അതിലൂടെ ഇതിൻ്റെ ആ മനോഹാരിത ലോകത്തിന് പകരാൻ പറ്റട്ടെ എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് വാക്ക് നിർത്തുകയാണ്. 2 വാക്ക് ആശംസകൾ. സാധാരണ നമ്മളൊരു സ്പിരിച്വൽ പാത്തിലേക്കൊക്കെ എത്തുക എന്ന് പറഞ്ഞാൽ കുറേ വയസ്സായിട്ടൊക്കെ അല്ലേ. ഇപ്പോൾ ഒരു 8ാമത്തെ വയസ്സിൽ തന്നെ അതാകുക എന്ന് പറയുമ്പോൾ ഒരു മുൻജന്മ സുഹൃതം എന്നൊക്കെ പറയണ മാതിരിയാണ്. ഏതായാലും എപ്പോഴും ഈശ്വരൻ എപ്പോഴും പുതിയ പുതിയ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ട് ഇറക്കുക. ഇപ്പം നമ്മളെക്കാട്ടി നന്നായിട്ട് നമ്മളെ മൊബൈലൊക്കെ നോക്കുക നമ്മളെ കുട്ടികളല്ലേ അല്ലേ. അപ്പോൾ സ്പിരിച്വൽ പാത്തിലും അങ്ങനെ ഒരു അപ്ഡേഷൻ സംഭവിക്കുന്നുണ്ട്. എല്ലാവരും അത് മേടിക്കുക, എല്ലാവരും വായിക്കുക. താങ്ക് യു വെരി മച്ച്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് റിട്ടയർഡ് ജസ്റ്റിസ് ലീലാമണി മാഡം ഇവിടെ എത്തിയിട്ടുണ്ട്. മാഡത്തെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സർ, ജയപ്രകാശ് സാർ ഈ പുസ്തകത്തെ പറ്റി വായിച്ചിട്ടില്ലെന്നറിയാം, എങ്കിലും ഒരു 8 വയസ്സുകാരിയുടെ പുസ്തകം, സാറിൻ്റെ ഒരുപാട് പുസ്തകങ്ങൾ സാർ കഴിഞ്ഞ തവണ ഓഫീസിലെത്തിയപ്പോൾ എനിക്ക് ഗിഫ്റ്റായി തന്നു. വായിച്ചു തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ കൂടി. തീർച്ചയായിട്ടും അക്ഷരങ്ങളെന്ന് പറയുന്നത് ദേവതയാണ്. ആ ദേവചൈതന്യം വളരെ ചെറുപ്രായത്തിൽ ലഭിക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു അനുഗ്രഹവുമാണ്. അറിവുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹാ അറിവെന്ന് പറയുന്നത് ഈ പ്രപഞ്ച ശക്തിയെ സംബന്ധിച്ചുള്ള അറിവ് തന്നെയാണ്. അപ്പോൾ ആത്മീയതയുടെ ബാലപാഠങ്ങൾ പഠിച്ചു വരുന്ന കാലഘട്ടമാണ് ചെറുപ്പകാലം എന്ന് പറയും. അപ്പോൾ തന്നെ വലിയ വലിയ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അത് സമൂഹത്തിന് പകർന്നു കൊടുക്കുവാനും ലഭിക്കുന്ന ഒരവസരം അത് ഈ ചെറുപ്രായത്തിൽ തന്നെ ഈ കുട്ടികളിൽ നിന്നുണ്ടാകുക എന്ന് പറയുന്നത് നമുക്ക് അനുഗ്രഹീതമാണ്. ഈ തലമുറയ്ക്കും ഇനി വരും തലമുറയ്ക്കും അത്തരത്തിലുള്ള ഒരുപാട് യോഗിവര്യന്മാർ അതിൽ നിന്നുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ബുക്കിന് എല്ലാ വിധത്തിലുള്ള ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. മാഡം 2 വാക്ക്. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഇങ്ങനെ ഒരു പരിപാടിയിൽ എന്നെ ക്ഷണിച്ചതിന് എല്ലാവരോടും നന്ദി പറയുന്നു. ഇപ്പോൾ ഗുരുജിയുടെ SMS മെഡിറ്റേഷനെ കുറിച്ച് ഞാൻ വീഡിയോസ് കാണാറുണ്ട്.
അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഇതെന്ന് മനസ്സിലായി. കാരണം സൺ, മൂൺ, സ്റ്റാർസ് എന്നൊക്കെ പറയുന്ന, അതായത് പ്രകൃതിയിലുള്ളത് എല്ലാം തന്നെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നും അതിലൂടെ നമുക്കൊരു നമുക്കൊരു ഹയർ സ്റ്റേറ്റിലേക്ക് എത്താൻ പറ്റുമെന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇത്രയും ഒരു ചെറിയ കുട്ടിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ എൻ്റെയൊക്കെ ഏജിലുള്ള ആളുകൾക്ക് ഡെഫിനറ്റ്ലി നല്ലൊരു നിലയിലേക്ക് എത്താൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഒരു കൾച്ചർ അത് കണ്ടിന്യൂ ചെയ്യണം. നമ്മുടെ ഈ ഭാരതത്തിൽ നമുക്ക് ജനിക്കാൻ പറ്റിയതും ഇങ്ങനെ ഒരു കൾച്ചറിൽ ജീവിക്കാൻ പറ്റിയതും തന്നെ നമ്മുടെ ഭാഗ്യമാണ്. അപ്പോൾ അത് നമ്മുടെ ലോകത്ത് മുഴുവനും പറയണം. ഇനി നെക്സ്റ്റ് ജനറേഷനും പ്രത്യേകിച്ചും കുട്ടികൾക്ക്, പ്രത്യേകിച്ചും ചെറിയ കുട്ടികൾക്ക് അത് വളരെ നന്നായിട്ട് അവരുടെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ അത് കൊടുത്ത് നല്ല നിലയിലുള്ള ഒരു ജനറേഷനും ഒരു കൾച്ചറും ഒരു ഇന്ത്യയും ഉണ്ടാവണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. മാഡം എത്താൻ ഇങ്ങോട്ട് തരാമോ? താമസിച്ചു എന്നറിയാം. 8 വയസ്സുകാരിയായ ഒരു കുട്ടി ഇംഗ്ലീഷിൽ SMS മെഡിറ്റേഷനെയും തസ്മൈ ഗുരുജിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ എഴുതിയ ഒരു പുസ്തകമാണ്. അത് അബാക് പബ്ലിക്കേഷൻസിലൂടെ ഇന്ന് ആളുകളിലേക്ക് എത്തുകയാണ്. 2 വാക്ക്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അല്പം ലേറ്റായാണ് എത്തിയത്. പുസ്തകത്തിൻ്റെ ഉള്ളടക്കമോ കാര്യങ്ങളോ യാതൊന്നും തന്നെ അറിയില്ല. എന്നിരുന്നാലും 8 വയസ്സായ ഒരു കുട്ടി ഇങ്ങനെ ഒരു പുസ്തകം എഴുതാൻ ഇടയായി എന്ന് കേട്ടാൽ നമുക്ക് വളരെയധികം അഭിമാനം തോന്നുന്നൊരു കാര്യമാണ്. ഞാൻ ആ കുട്ടിയെയല്ല, കുട്ടിയുടെ മാതാപിതാക്കളാണ് ബ്ലെസ്ഡ് ആയിട്ടുള്ളവരെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അത്രയും നല്ല ഒരു കുട്ടിക്ക് ജന്മം കൊടുത്ത ആ മാതാപിതാക്കൾ, ആ കുട്ടി നാളെ 8 വയസ്സിൽ ഇത്രയായെങ്കിൽ ആ കുട്ടി നാളെ എന്തായി തീരുമോയെന്ന് അറിയത്തില്ല. നമുക്കറിയാം ശങ്കരാചാര്യരുടെ ജനനം പോലും അദ്ദേഹത്തിൻ്റെ പിതാവ് വഴിയാത്രയിൽ സഞ്ചരിക്കുമ്പോൾ ഇന്ന തിഥികളെല്ലാം കൂടി നിൽക്കുന്ന സമയം ഇന്നൊരു മഹാപുരുഷൻ ജനിക്കേണ്ട ദിവസമാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് എന്നാൽ വീട്ടിലെത്താൻ കഴിഞ്ഞില്ല. അന്തർജനത്തിൻ്റെ അടുത്ത് എത്താൻ കഴിയാതെ എന്ന സാഹചര്യത്തിൽ അദ്ദേഹം രാത്രി തങ്ങിയ വീട്ടിലെ ബ്രാഹ്മണനോട് വിവരം പറഞ്ഞപ്പോൾ അവിടുത്തെ ജോലിക്കാരി പറഞ്ഞു, ഞാൻ എന്നിലാകാമല്ലോ അങ്ങയ്ക്ക് ആ ഒരു പുത്രജന്മം എന്ന് പറഞ്ഞ് ആ കുട്ടിയെ അദ്ദേഹം അന്ന് ആ സ്ത്രീയിലാണ് ശങ്കരാചാര്യർ ജനിക്കുന്നത്. അദ്ദേഹത്തിന് അറിയാമായിരുന്നു ആ പഞ്ചതിഥികളെല്ലാം ഒന്നിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞ് ലോകപ്രശസ്തനാകും, ദൈവത്തിൻ്റെ അവതാരമാണെന്ന്. എന്ന് പറഞ്ഞതുപോലെ അച്ഛനമ്മമാർ അറിഞ്ഞോണോ അറിയാതെയാണോ അങ്ങനെ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തിട്ടുണ്ട് എങ്കിൽ അവരാണ് അനുഗ്രഹിക്കപ്പെട്ടവർ. നാളെ ആ കുട്ടിയാൽ, അതായത് നമ്മുടെ പേരിൽ അറിയപ്പെടുന്നതും നമ്മുടെ മക്കളുടെ പേരിൽ അറിയപ്പെടുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അങ്ങനെ ആ മകളുടെ പേരിൽ, അല്ലെങ്കിൽ മകളാണോ എന്ന് പോലും എനിക്കറിയില്ല, അതിൻ്റെ പേരിൽ ആ മാതാപിതാക്കൾ ഈ അറിയപ്പെടാൻ പോകുന്നു. അതിൽ പരം നന്മ വേറൊന്നുമില്ല. പിന്നെ ഗുരുവിൻ്റെ സങ്കല്പമാണ് കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു. അതിനകത്ത് ഞാൻ പുസ്തകം വായിച്ചിട്ടില്ല. ആ കുട്ടി ഇനിയും മേൽക്കുമേൽ എല്ലാ ഉന്നതങ്ങളിലേക്ക് എത്തട്ടെ എന്ന് മാത്രം ദൈവനാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും നേരുന്നു. ദർശന. എല്ലാവർക്കും നമസ്തേ. ബൈ പ്രൊഫഷൻ ഞാനൊരു സ്കൂൾ ടീച്ചർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയ പ്രായത്തിൽ ഞാൻ ഏകദേശം ഒരു 3rd സ്റ്റാൻഡേർഡൊക്കെ ആയിരിക്കുന്നു വിചാരിക്കുന്ന ഒരു ഏജ് വെച്ചിട്ട് ആ ഒരു പ്രായത്തിൽ തന്നെ ദൈവം സെലക്ട് ചെയ്ത ഈ ഇഷക്കുട്ടിക്ക് എൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആ കുട്ടിയുടെ മാതാപിതാക്കൾക്കും അതിലേക്ക് നയിച്ച തസ്മൈ ഗുരുജിക്കും ആശംസകൾ. താങ്ക് യു. ഗുഡ് മോർണിംഗ് ഇല്ലേ ആരും? താങ്ക് യു. ഇതൊരു വൗ ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഒരു യൂണിവേഴ്സൽ ബ്ലെസ്സിങ് ആണ്. നമ്മൾ ഓരോ വഴിയിലും യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ടിൽ ഒരു പ്രേരിത ഗുരു വരും. ആ ഒരു പ്രേരിത ഗുരുവിൽ ഒരാളായിരുന്നു തസ്മൈ ഗുരുജിയായിട്ട് മുൻപ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തസ്മൈ ഗുരുജിയെ ആദ്യമായിട്ട് നമ്മൾ കേൾക്കുമ്പോൾ 2-3 സ്വരങ്ങൾ സൊസൈറ്റിയിലുണ്ട്. ഒന്ന് തസ്മൈ ഗുരുജി എന്ന് പറയും, ശവക്കറി എന്ന് പറയുന്ന സംഭവം, അതായത് നോൺ വെജ് കഴിക്കുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഗുരുജി. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രേരിത ഗുരുവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ പാട് നോക്കി പോട്ടെ എന്ന് പറയും. പക്ഷേ കുറച്ചുകൂടെ ഡീപ്പായിട്ട് പോകുമ്പോൾ അദ്ദേഹം എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ മഹാദേവൻ എല്ലാ സമയങ്ങളിലും ഇറങ്ങി വന്ന് ഓരോ ആൾക്കാരിലും പ്രവർത്തിക്കാൻ പറ്റാത്ത സമയങ്ങളിൽ ഒരുപാട് അവധൂതന്മാരുണ്ട്. അതിലൊരു അവധൂതനായിട്ടാണ് ഞാൻ അദ്ദേഹത്തിനെ കാണുന്നത്. അദ്ദേഹം ഇട്ട ഒരു വിത്ത് മാത്രമാണിത്. ഇതിൽ ഒരുപാട് ആയിരക്കണക്കിന് വിത്തുകൾ ഇതുപോലെ അദ്ദേഹം ഇവിടെ പാകിയിട്ടേ പോവുള്ളൂ. നന്ദി. പ്രശാന്ത് 2 വാക്ക്. നമസ്കാരം. ഈ ഒരു ബുക്ക്, അതായത് ലിറ്റിൽ മെഡിറ്റേറ്റർ ആൻഡ് തസ്മൈ ഗുരുജീസ് SMS മെഡിറ്റേഷൻ, ഒരു ദിവസം രോജാടൻ രാവിലെ വിളിച്ചിട്ട് എന്നോട് പറയുകയാണ് തസ്മൈ ഗുരുജിയുടെ ഒരു ഇംഗ്ലീഷ് ബുക്ക് വന്നിട്ടുണ്ട്, അതിൻ്റെ പേജ് സെറ്റിങ്ങും ലേഔട്ടും നീ നോക്കണമെന്ന് പറഞ്ഞ് ബുക്കിൻ്റെ സോഫ്റ്റ് കോപ്പി എനിക്ക് അയക്കുന്നു.
അത് വായിച്ച് നോക്കാൻ നേരത്ത് 1-2 വട്ടം വേണോ വേണ്ടയോ എന്നുള്ള ചിന്തയിലായിരുന്നു. കാരണം ഇംഗ്ലീഷിൻ്റെ പരിജ്ഞാനം നമുക്ക് വളരെ കുറവായതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. പക്ഷേ പേജ് സെറ്റിങ്ങിനായിട്ട് അത് വായിച്ചു തുടങ്ങിയപ്പോൾ എന്തോ വായനക്കാരെ ആ പുസ്തകത്തിലേക്ക് ആകർഷിക്കുന്ന എന്തോ ഒന്ന്. ഇത് 8 വയസ്സുള്ളൊരു കുട്ടി എഴുതിയതാണെന്ന് ഒരിക്കലും ആ വരികളിലൂടെ പോകുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, അതൊരിക്കലും ഒരു 8 വയസ്സുകാരി എഴുതിയതായി നമുക്ക് തോന്നത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സത്യം. അതിൻ്റെ പിന്നിൽ ഗുരുജിയുടെ ആ ഒരു SMS മെഡിറ്റേഷൻ ട്രെയിനിങ്, അല്ലെങ്കിൽ ഗുരുജിയിൽ നിന്ന് ആ കുട്ടി ആർജിച്ചിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ, ഇവിടെ പലരും പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ അനുഗ്രഹം, വാഗ്ദേവതയുടെ അനുഗ്രഹം എല്ലാം ധാരാളം കിട്ടിയിട്ടുള്ളൊരു കുട്ടി. ഇനിയും ആ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്നും ഒരുപാട് എഴുത്തുകൾ വരുവാനുണ്ട്, പല ഭാഷകളിൽ വരുവാനുണ്ട്. കാരണം 8-ാം വയസ്സിൽ ഇംഗ്ലീഷ് ഭാഷയിലൊരു പുസ്തകം, അതും ഏകദേശം 200 പേജിന് മേളിലുള്ളൊരു പുസ്തകം ആ കുട്ടി എഴുതി തീർത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മിറാക്കിൾ എന്നല്ല, പ്രതിവേട്ടം പറഞ്ഞ പോലെ തന്നെ ഗോഡ്സ് ഗ്രേസ് ആണ്. എന്താണെങ്കിലും പുസ്തകത്തിന് എല്ലാവിധ ആശംസകളും. ഇനിയും ആ കുഞ്ഞിൽ നിന്നും ഒരുപാട് പുസ്തകങ്ങൾ വരട്ടെ. അതിനെല്ലാം പ്രിയപ്പെട്ട തസ്മൈ ഗുരുജി ഒരു കാരണമായി തീരട്ടെ. താങ്ക് യു ഓൾ. സത്യത്തിൽ പ്രശാന്തിന് വലിയ പണിയൊന്നും ഇല്ലാത്തൊരു വർക്കായിരുന്നു ഇത്. കാരണം ഇത് PDF കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വന്നൊരു വർക്കായിരുന്നു. ആ കുട്ടിയുടെ അമ്മയ്ക്കും ഈ നിമിഷം പറയാതെ പോകാൻ വയ്യ. കൃത്യമായി ഫോളോ അപ്പ് ചെയ്ത് ഓരോ വാക്കുകളും, ഞങ്ങൾക്ക് ചെയ്യേണ്ടുന്ന പണിയുടെ 3/4 ഭാഗവും ചെയ്തത് കുട്ടിയുടെ കുടുംബവും ഗുരുജിയും ഗുരുജിയോടൊപ്പമുള്ളവരുമാണ്. അതിന് നന്ദിയുണ്ട്. ഇനി ഈ ഗുരുക്കന്മാരെ ഇങ്ങനെ നിർത്തുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം. എങ്കിൽ പോലും ഒരു ചെറിയ AVയിലേക്ക് പോകാം. ആ AVയെ പറ്റി തസ്മൈ ഗുരുജി തന്നെ നിങ്ങളോട് പറഞ്ഞു തരും. AV എന്ന് ചോദിച്ചാൽ ഒരു വളരെ ചെറിയൊരു പ്രമോയാണ്. പക്ഷെ അല്പം പ്രമോ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ പ്രമോയുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 3.5 സെക്കൻഡ് അല്ല മിനിറ്റൊക്കെയാണ്. അപ്പോൾ ഇതിനല്പം നീളം കൂടുതലുണ്ട്. ഇത് ചുരുക്കി പറയാൻ പറ്റില്ല, കാരണം നമ്മുടെ പുരാണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. രാമായണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിനെപ്പറ്റി നമ്മൾ കേട്ടിരിക്കുന്ന കഥകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്താണോ സത്യം, അതിൻ്റെ ഒരു പ്രധാന ഭാഗം മാത്രം ഇവിടെ കാണിച്ചു തരികയാണ്. നമ്മളുടെ തുടർന്നുള്ള യാത്രയിൽ ഇതുപോലത്തെ അനിമേഷൻ പ്രോഗ്രാം കുട്ടികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ താല്പര്യപ്പെടുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ വേദിയിൽ നമ്മളുടെ ആദ്യത്തെ അനിമേഷൻ പ്രൊമോ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്ലേ ചെയ്യാണ്. അത് അബാക് മീഡിയയിലൂടെ തന്നെ ലോകം അറിയട്ടെ. ഇവിടെ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ചെറിയ ആളല്ല, ഇതൊരു ജസ്റ്റിസാണ്. ജഡ്ജ്, സോറി. രണ്ടുപേരും ജഡ്ജാണ്. റിട്ടയർഡ്. ഓക്കെ, മാഡം റിട്ടയർഡാണ്. ഇതിപ്പോൾ ലൈവായിട്ട് നിൽക്കുകയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ക്ലാസ്സിൽ ചർച്ച ചെയ്യാറുള്ള വിഷയത്തിലാണ് മാഡത്തിൻ്റെ പ്രാവീണ്യത ഉള്ളത്. ദാമ്പത്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ്. സോ നമ്മുടെ മെഡിറ്റേഷൻ അവിടെ ഒത്തിരി ഗുണപ്പെടും. ഒരാളെ ഇനി അവിടെ നിന്ന് പിരിച്ചു വിടേണ്ടി വരില്ല. ഒരു പ്രാവശ്യമെങ്കിൽ ഈ ക്ലാസ് ഒന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കുമെന്ന് പറഞ്ഞാൽ പിരിയാൻ വേണ്ടിയിട്ട് ഒപ്പിടാൻ വന്നവരാണെങ്കിൽ പോലും അവർ വീണ്ടും നല്ല രീതിയിൽ ജീവിച്ചോളും. കാരണം ഈ ഭൂമി മനുഷ്യർ വിവാഹം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് വിവാഹം ചെയ്യണത്. പക്ഷേ നമ്മളുടെ ഇടയിൽ ഇപ്പോൾ ഒരു ട്രെൻഡ് വന്നിട്ടുണ്ട്, വിവാഹം കഴിഞ്ഞിട്ട് ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിവാഹം ചെയ്യണത്. അതിനുശേഷം ഒരു സെലിബ്രേഷനൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ആ സെലിബ്രേഷൻ്റെ ചിലവ് കുറയ്ക്കാം. അപ്പോൾ ഈ വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ ഇവിടെ പ്ലേ ചെയ്യാൻ പോകുന്ന വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടും എന്തായിരുന്നു നമ്മൾ അറിഞ്ഞിട്ടുള്ളതെന്നും, എന്നാൽ സത്യത്തിൽ നമ്മുടെ പുരാണങ്ങൾ എങ്ങനെയാണ് സമൂഹത്തിലേക്ക് വരേണ്ടതെന്നും. ഇതുപോലെ ആയിരിക്കും നമ്മളുടെ ഭാവിയിൽ വരാൻ പോകുന്ന അനിമേഷൻ വീഡിയോസ് ജനങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വിഷ്വലിലേക്ക് പോകാം. രാഹുൽ പതുക്കെ ചെവിയിൽ വന്ന് പറഞ്ഞത് അബാക് മീഡിയയ്ക്ക് 0 പ്രൊഡക്ഷൻ കോസ്റ്റിലൊരു പ്രോഗ്രാം കിട്ടിയെന്നല്ല കേട്ടോ. ആ വിളക്കൊന്ന് ഒതുക്കി വെച്ചോട്ടെ എന്നാ. എല്ലാവർക്കും തടസ്സമില്ലേ വിളക്ക്? സൈഡിലേക്ക് ഒന്ന് ഒതുക്കി വെച്ചിട്ട് AV പ്ലേ ചെയ്യാം. കുഞ്ഞുങ്ങളെ, കഴിഞ്ഞ ദിവസം എവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്? സംശയമുണ്ടെങ്കിൽ ചോദിക്കൂ, അതിനുശേഷം മുന്നോട്ട് പറഞ്ഞു തുടങ്ങാം. ഗർഭിണി ആയിരുന്ന സീതാദേവിയെ ശ്രീരാമന്റെ നിർദ്ദേശപ്രകാരം ലക്ഷ്മണൻ കൊടുംകാട്ടിൽ ഒറ്റക്ക് ഉപേക്ഷിക്കാൻ കാരണമെന്താണ്? അത് ശരിയാണോ ചെയ്തത്? നിങ്ങളോടിതാരാണ് പറഞ്ഞത്? അത് പിന്നെ ഇപ്പോ ഇന്റർവ്യൂ എടുക്കാൻ വന്ന ചേട്ടന്മാരില്ലേ, അവരിൽ ഒരാള്. തെറ്റിനെ ശരിയും ശരിയെ തെറ്റുമാക്കുന്ന കാലമാണിത്. എന്തെങ്കിലും എഴുതി
സംസ്കൃതം ആക്കിത്തരാൻ പറഞ്ഞാൽ കമ്പ്യൂട്ടർ അതിൻ്റെ ജോലി ചെയ്യും. പിന്നെ സോഷ്യൽ മീഡിയയുടെ സഹായം കൂടി ഉണ്ടെങ്കിൽ സീതാദേവിയെ ദുര്യോധനന്റെ ഭാര്യയാക്കിത്തരും. സാരമില്ല. സംഭവിച്ചതെന്താണെന്ന് പറയും മുൻപ് രാമായണം എന്താണെന്നറിയണ്ടേ? എന്താണ് രാമായണം? രാമായണം എന്നാൽ രാമന്റെ അയനം അഥവാ രാമന്റെ യാത്ര. രാ എന്നാൽ ഇരുട്ട്, മായണം എന്നാൽ ഇല്ലാതാവുക എന്നാണ് അർത്ഥം. ഇത്രയും മനസ്സിലായോ? പുറത്തുള്ള ഇരുട്ടിനെ സൂര്യൻ ഇല്ലാതാക്കും, അകത്തുള്ള ഇരുട്ടിനെയോ അപ്പോ രാമായണം എന്തിനുള്ളതാണ്? കൊള്ളാം, മിടുക്കന്മാർ. ഇനി നിങ്ങൾ പറയൂ. രാമായണത്തിൽ നിങ്ങൾ ചോദിച്ചതുപോലെ ഗർഭിണി ആയിരുന്ന സീതാദേവിയെ ശ്രീരാമ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ലക്ഷ്മണൻ കൊടുംകാട്ടിൽ ഒറ്റയ്ക്ക് ഉപേക്ഷിക്കാൻ സാധ്യത ഉണ്ടോ? ഇല്ല. ഇനി യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് പറയാം. രാമായണമോ മഹാഭാരതമോ പുരാണങ്ങളോ ഇതിഹാസങ്ങളോ അധർമ്മമോ അസത്യമോ പറയില്ല. ഇവയെല്ലാം ബ്രഹ്മജ്ഞാനികളായ ഗുരുക്കന്മാരുടെ സത്യദർശനങ്ങളാണ്. ആ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ ധർമാധർമ്മങ്ങളെ തിരിച്ചറിയുക എന്നതാണ് ബുദ്ധിയുള്ളവർ ചെയ്യേണ്ടത്. ഇപ്പോ മാത്രമല്ല, പണ്ടും ആളുകൾക്ക് പരദൂഷണവും കുശുമ്പും പറയുവാൻ വളരെ ഇഷ്ടമായിരുന്നു. സീതാദേവിയും ശ്രീരാമ ഭഗവാനും ലക്ഷ്മണനും വനവാസം കഴിഞ്ഞ് തിരികെ എത്തിയ കാലഘട്ടം. നാട്ടിൽ പലയിടത്തും ചില അസൂയയും കുശുമ്പും കുശുകുശുക്കാൻ തുടങ്ങി. അക്കാലത്തായിരുന്നു സീതാദേവിയുടെ ഗർഭധാരണവും അതിനെ ചൊല്ലിയുള്ള ചില അസംബന്ധങ്ങളും പറഞ്ഞു തുടങ്ങിയത്. സീതാദേവിക്കും ശ്രീരാമ ഭഗവാനും ഉണ്ടാകുന്ന മക്കൾ രാജ്യത്തിന്റെ ഭാവിയാണ്. ഈ മക്കൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇവിടെ വളർന്നാൽ ഭാവിയിൽ അവരും ഈ അസത്യങ്ങൾ കേൾക്കും. അതവർക്ക് വിശാല ബുദ്ധി ഉണ്ടാക്കില്ല, ദുഃഖമേ ഉണ്ടാക്കൂ. കുഞ്ഞുങ്ങൾ വെള്ളക്കടലാസുപോലെ അത്ര ശുദ്ധമാണ്. അവർ സത്യാസത്യങ്ങളെ വിവേചിച്ചറിയാനുള്ള തലത്തിലേക്കെത്തിയിട്ടില്ല. കുഞ്ഞു മനസ്സിലേക്ക് തെറ്റായ കാര്യങ്ങൾ എത്തിപ്പെട്ടാൽ അതവരുടെ ജീവിതത്തെയും രാജ്യത്തിന്റെ ഭാവിയെയും മോശമായി ബാധിക്കും. അതുകൊണ്ട് സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറാം എന്ന് അവർ തീരുമാനിച്ചു. എങ്ങോട്ട് പോകും എന്ന് ആലോചിച്ചപ്പോൾ രണ്ടുപേർക്കും ഒരേ ഉത്തരമായിരുന്നു: ആശ്രം ജീവിതം. അങ്ങനെ ശ്രീരാമ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം അനുജൻ ലക്ഷ്മണൻ മാതാവായ സീതാദേവിയെ രാമായണത്തിന്റെ സൃഷ്ടികർത്താവായ വാത്മീകി ഭഗവാന്റെ ആശ്രമത്തിൽ കൊണ്ടുപോയി സീതാദേവിക്ക് ജന്മം നൽകിയ കൈകളിൽ സുരക്ഷിതമായി ഏൽപ്പിക്കുമ്പോൾ ഹനുമാൻ സ്വാമി സീതാദേവിയുടെ അവസാനം വരെ കാവലുണ്ടാകും എന്ന് വാക്കു നൽകി. ഇതിനെയാണ് പിൽക്കാലത്തുള്ള കുശാഗ്രബുദ്ധിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞെന്നൊക്കെ പറയുന്നത്. ഇനി നിങ്ങൾക്കറിയാത്ത ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. രാമൻ നമ്മുടെ മനസ്സും ലക്ഷ്മൺ മനസാക്ഷിയുമാണ്. സീതാദേവി നമ്മുടെ ബുദ്ധിയാണ്. ബുദ്ധിയിലാണ് അറിവിന്റെ ഉഴവ് നടക്കുന്നതും പിറവിയെടുക്കുന്നതും. ഹനുമാൻ നമ്മുടെ സൂക്ഷ്മ ശരീരമാണ്. ഗുരുവായ വാത്മീകി മഹർഷി നമുക്കുള്ളിൽ അറിവായിരിക്കുന്നു. ഗുരു എന്നാൽ ഒരു വ്യക്തിയല്ല, അത് ഒരു തത്വമാണ്. സപ്തഋഷികൾ നമ്മുടെ മൂലധാരം മുതൽ സഹസ്രാരപത്മം വരെയുള്ള 7 ചക്രങ്ങളുമാണ്. ഇതെല്ലാം നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ ആണ് നിലകൊള്ളുന്നത്. ഇവയൊന്നും നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധ്യവുമല്ല. ഇതെല്ലാം നടന്നത് കേരളത്തിൽ വയനാട്ടിലുള്ള പുൽപ്പള്ളി എന്ന സ്ഥലത്തുമാണ്. അവിടെ പോയാൽ വാത്മീകി ആശ്രമവും ഹനുമാൻ സീതാദേവിക്ക് കാവലിരുന്ന സ്ഥലവും സീതാദേവി ലവകുശന്മാർക്ക് ജന്മം നൽകിയ ആശ്രമവും അശ്വമേധയാഗത്തിൽ അശ്വത്തെ പിടിച്ചുകെട്ടിയ സ്ഥലവും ഒടുവിൽ ഭൂമി പിളർന്ന് സീതാദേവി അപ്രത്യക്ഷമായ പുണ്യഭൂമിയും വാത്മീകി ഭഗവാൻ 12,000 വർഷം തപസ്സു ചെയ്ത ഗുഹയും എല്ലാം ഇന്നും അതുപോലെ നിലകൊള്ളുന്നുണ്ട്. ഇത്രയും ചരിത്രപരമായ സത്യങ്ങൾ നിലനിൽക്കെ ഇതൊന്നും നടന്നിട്ടില്ല എന്നും എല്ലാം വെറും കെട്ടുകഥകളാണെന്നും സത്യത്തെ വളച്ചൊടിച്ചു പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? രാമായണം എന്ന പവിത്ര ഗ്രന്ഥം കൈകാര്യം ചെയ്യുന്നവന്റെ മനസ്സും ശരീരവും ശുദ്ധമായിരിക്കണം. കാരണം രാമായണം എന്നത് നമ്മുടെ 3rd ഡൈമെൻഷനിൽ മാത്രം സംഭവിച്ച ഒരു ചരിത്രമല്ല. ഈ ഗ്രന്ഥം എഴുതിയ വാത്മീകി ഋഷി തപസ്സു ചെയ്തത് 3rd ഡൈമെൻഷനിൽ ആണെങ്കിലും സൂക്ഷ്മ ശരീരം 14ാമത്തെ ഡൈമെൻഷനിൽ പോയി.
ബ്രഹ്മാവിൻ്റെ അനുഗ്രഹത്തോടുകൂടിയാണ് എഴുതിയത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം തോന്നും, ഇതെല്ലാം നടന്നിട്ടുണ്ടോ എന്ന്. ഇല്ലേ മക്കളെ? അതെ. ഉള്ളതിനെ ഇല്ലാത്തതായും ഇല്ലാത്തതിനെ ഉള്ളതായും തോന്നും. അതുതന്നെയാണ് മായ. ഇനി നിങ്ങൾ പറയൂ, രാമായണം വായിച്ചറിയാൻ സാധ്യമാണോ? ഇല്ല, അനുഭവിച്ചു മാത്രമേ അറിയാൻ പറ്റൂ. ഇനി നിങ്ങൾ പറയൂ, രാമായണം എന്താണ്? ബ്രഹ്മം. അപ്പോൾ ബ്രഹ്മമോ? സത്യം. ഈശ്വരൻ പുണ്യമുള്ളവന്റെ ഹൃദയത്തിൽ മാത്രമേ വസിക്കൂ. ഭാരതത്തിൽ ഇങ്ങനെ ഒരു പുണ്യഭൂമി കേരളത്തിലായിട്ടും ഇന്നും സീതാദേവിയുടെ ത്യാഗത്തിന്റെ വേദന പ്രതിധ്വനിക്കുന്നു. വയനാടിന്റെ മണ്ണിൽ സീതാദേവിക്കായി ഒരു ക്ഷേത്രം തുറക്കാൻ ആർക്കും ഇതുവരെ കഴിഞ്ഞില്ല. 15,000 ഏക്കർ വിസ്തൃതിയിൽ ഉണ്ടായിരുന്ന സ്ഥലം ചുരുങ്ങി ഇന്നത് 10 സെന്റ് മാത്രമായി മാറി. അതുപോലെ തന്നെയാ ആളുകളുടെ മനസ്സും ചുരുങ്ങി സീതാദേവിയെ ഉൾക്കൊള്ളാൻ മനസ്സിൽ ഇടമില്ലാതായി. വാത്മീകി ഇല്ലെങ്കിൽ രാമായണം ഉണ്ടോ? രാമായണം ഇല്ലെങ്കിൽ അയോധ്യ ഉണ്ടോ? സീത ഇല്ലെങ്കിൽ രാമൻ ഉണ്ടോ? ശ്രീരാമ ഭഗവാനെ പൂജിക്കുന്നു എങ്കിൽ നമ്മൾ ഇത് മറക്കരുത്. എത്ര നാരിസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത. ഇതിനർത്ഥം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? എവിടെയെല്ലാം നാരികളെ പൂജിക്കുന്നുവോ അവിടെയെല്ലാം അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകും. കൊള്ളാം. ഇനി നിങ്ങൾ പറയൂ, ഋഷി പരമ്പരകളുടെ ഭാരതത്തിൽ വാത്മീകി ഭഗവാനെയും സീതാദേവിയെയും ബഹുമാനിച്ചില്ലെങ്കിൽ ഭാരതത്തിന് അഭിവൃദ്ധി ഉണ്ടാകുമോ? ഇല്ല. എങ്ങനെയുണ്ടായിരുന്നു? അപ്പോൾ ഒന്നുകൂടെ നല്ലൊരു കൈ കൊടുക്കണേ. അപ്പോൾ സാറിന് എന്തോ പറയാനുണ്ടെന്ന് തോന്നല്ലോ. ഗുരുജിക്ക് എന്തോ പറയാനുണ്ടോ നിങ്ങളോട്? നടുക്കേക്ക് നിൽക്കണമെന്ന് അവിടുന്ന് നിർദ്ദേശം വന്നിട്ടുണ്ട്. ഈ വീഡിയോ ഉണ്ടാക്കാൻ ഏകദേശം 1 മാസത്തോളം സമയമെടുത്തു. ഇന്നലെയാണ് അതിൻ്റെ പൂർത്തീകരണം നടന്നത്. രാത്രി ഇരുന്ന് ചെയ്ത ആൾ കൂടെ ഉണ്ട്. ഇപ്പോൾ പേര് അനൗൺസ് ചെയ്ത ആ വ്യക്തിയെ ഞാൻ ചീത്തയാക്കണില്ല. അപ്പോൾ പല കാര്യത്തിലും ഇതിൻ്റെ പരിപൂർണതയിൽ എത്തിയിട്ടില്ല. ഞാനൊരു ഫിലിം മേക്കർ ആയതുകൊണ്ട് എനിക്കിതൊരിക്കലും ഈ കണ്ടീഷനിൽ ഇറക്കാൻ താല്പര്യം ഉണ്ടായില്ല. എങ്കിലും ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ എന്താ പറയുക ഇമ്പോർട്ടൻസിനെ മനസ്സിലാക്കി ഇന്നാണ് അതിൻ്റെ കറക്റ്റ് ദിവസം എന്ന് മനസ്സിൽ തോന്നിച്ചു. ഇന്നലെ രാത്രി 10 മണി 9:30 കാണും ശ്രീ രോഹിത്തിന് അത് അയച്ചു കൊടുത്തിട്ടൊന്ന് പ്ലേ ചെയ്യാവോ എന്ന് ചോദിച്ചു. അപ്പോൾ അയച്ചാട്ടെ ഗുരുജി ഞാൻ നോക്കാമെന്ന് പറയും. അതിന് മുമ്പ് ഇതിനെപ്പറ്റി പറഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഇതാണ് നമ്മുടെ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. സ്ത്രീകളെ പൂജിക്കപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഭാരതത്തിനൊരു ഉയർച്ചയുണ്ടാവാൻ പോണില്ല.